വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മുട്ട പപ്സ് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയ സേമിയ. അപ്പം നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാട്ടോ. സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, ബോയിൽഡ് എഗ്ഗ് ഹാഫായിട്ട് കട്ട് ചെയ്തതാണേ. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 3-4 സവാള ഉണ്ട് കേട്ടോ, വലുത് തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒരു 3-4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തെടുത്തത്, ശകലം കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ വെച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര ആട്ടോ ചേർക്കുന്നേ. അധികം എരിവൊന്നും വേണ്ട, ഒരു ലൈറ്റായിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടുള്ള എരിവ് മാത്രം മതിയേ. ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറട്ടെ. ഇതിലേക്ക് നമുക്കൊരു 3 തക്കാളി ചെറുതാണേ സ്ലൈസ് ചെയ്ത് കൊടുത്ത് ഇടുക. ഇനി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ. തക്കാളി നല്ല കുക്കാവണേ. വെള്ളം ഒന്നും ചേർക്കണ്ട, ഇങ്ങനെ തന്നെ ആകട്ടെ. ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല മാഷായി എല്ലാം കൂടെ യോജിച്ച് ഈ ഒരു പരിവാണ് കേട്ടോ. നമുക്ക് ഈ എന്തെങ്കിലും എരിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1-2 പിഞ്ച് ഷുഗർ, അധികം വേണ്ട, വളരെ കുറച്ച് മാത്രം. ഇത്രയേ ഉള്ളൂ. മസാല റെഡിയായി. ഞാൻ ഇവിടെ ഒരു പഫ് പേസ്ട്രി ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആയിരുന്നു. ഒരു 45 മിനിറ്റ് തോ ചെയ്തിട്ട് എടുത്തു വെച്ചതാണേ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മസാല നടുക്ക് വെച്ച് കൊടുക്കാം. ഒരു ഹാഫ് മുട്ട വെച്ച് കൊടുക്കാം. ഈ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യാം. നനവിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി കൈ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം. ലാസ്റ്റ് നമുക്ക് ഫോർക്കും കൊണ്ടൊന്ന് ചെയ്യാം. ബാക്കി 2 സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി എഗ് വാഷ് ഒന്ന് ചെയ്യാം. ഒരു മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇതാ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് കിട്ടാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, മൊരിഞ്ഞിരിക്കാനായിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ തരണം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.